പുള്ളാവൂർ അങ്ങനെ ലോക ശ്രദ്ധ നേടിയതാണ്. അർജന്റീനയുടെ പേജിലൊക്കെ പുള്ളാവൂർ വന്നതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഫുട്ബോൾ ആവേശം നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് കൂടിയാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കട്ടൗട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ഏത് ഹിറ്റ് അടിക്കും എന്നാണ് ആരാധകർ ചോദിക്കാറുള്ളത്. അതെ, പുള്ളാവൂരിനെ കുറിച്ച് നമ്മളങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് അന്താരാഷ്ട്ര ശ്രദ്ധ, അതായത് കേരളം കഴിഞ്ഞ് ഇന്ത്യയും കഴിഞ്ഞ് അങ്ങ് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്ക് എത്തിയതാണ്. ഇത്തവണയും അർജന്റീനക്കാർ ഒരുക്കിയ ഒരു സർപ്രൈസ് ആയിരുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഒരു ഒഴുകുന്ന സ്റ്റേഡിയമാണ് അർജന്റീനക്കാർ അവിടെ ഉണ്ടാക്കിയത്. ഒപ്പം തന്നെ ബ്രസീലുകാരാണെങ്കിൽ നെയ്മറിന്റെ ഒരു കൂറ്റൻ കട്ടൗട്ട് ഈ പുള്ളാവൂരിൽ ഒരുക്കി. അങ്ങനെയെങ്കിൽ പോർച്ചുഗൽ ആരാധകർക്ക്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസുകാർക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഒരു കൂറ്റൻ ക്രിസ്ത്യാനോയുടെ ഒരു കട്ടൗട്ട് തന്നെയാണ് അവർ ഒരുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അവരിങ്ങനെ ഒഴുകുന്ന സ്റ്റേഡിയൊക്കെ? ഇല്ല, നമ്മുടെ രാജാവല്ലേ, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ നിങ്ങളുടെ ഒരു പരിപാടി? എന്താ? നമ്മളൊരു 60 അടി കട്ടൗട്ടാണ് അവിടെ ഇപ്പൊ ഫ്രെയിം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. 60 അടി കൂറ്റൻ കട്ടൗട്ട് വെക്കുമ്പോ എന്തായാലും നമ്മൾ കുറച്ച് അധികം വെക്കണ്ടേ? വിട്ടുകൊടുക്കൂല. ലാസ്റ്റ് കളിയല്ലേ? ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ? അതെ, അപ്പൊ അത് ആഘോഷാക്കണം. വലിയ കട്ടൗട്ടാണല്ലോ, 60 അടി ഉണ്ടല്ലേ? അതെ, വലിയ കട്ടൗട്ടാണ്. 60 അടിയാണ് ഇപ്പോൾ അവിടെ നമ്മൾ പൊക്കാൻ വിചാരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ കൂടുതൽ സഹായിച്ചു പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പോർച്ചുഗൽ ഫാൻ അല്ല അവര്, പക്ഷേ ഈ ഷാഹില്, അസ്രു, അവരൊക്കെ കുറച്ച് അർജന്റീന ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ പുള്ളാവൂരുകാർക്ക് അങ്ങനെ ഇന്ന ടീമൊന്നുമില്ല, പക്ഷേ ഫുട്ബോളിന്റെ കാര്യത്തിൽ അവരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആഘോഷമാണ്. ശരി, അവരൊരു വെറൈറ്റിയാണ് അവരുണ്ടാക്കിയത്. നമ്മൾ ഇത്തിരി വെറൈറ്റി മാറിപ്പോയുന്നുണ്ടോ? വെറൈറ്റി മാറിപ്പോയതല്ല, ഞങ്ങള് ആകെ 4-3-7 ആളെ ഇവിടെ ഫാൻസ് ഉള്ളൂ. 7 ഉള്ളൂ. പക്ഷെ ഞങ്ങളെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വിചാരിച്ച രീതി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങളെ 7 ആളെ കൊണ്ട് കറ്റുന്നത്ര ഞങ്ങൾ 7 ആളാണെങ്കിലും അതിന്റെ ഒരു പവർ ഉണ്ട്. അതെ, അത്രേ ഉള്ളൂ. കാരണം റൊണാൾഡോന്റെ പവർ നമുക്ക് അറിയാലോ. പിന്നെ അപ്പൊ നമ്മൾ 7 ആളാണെങ്കിൽ 7 ആളെ കൊണ്ട് പറ്റുന്നത്ര ഞങ്ങൾ സാധിച്ചു. എന്തായാലും എല്ലാവരും വലിയ ആവേശത്തിലാണ്. കളിയാണ്, നാളെ ഇപ്പൊ കളിയാണ് ഒരുക്കത്ത്. ഫസ്റ്റ് കളി എന്തായാലും ഇത് അങ്ങനെ തന്നെയാണ്. ഇവരാകെ 7 പേരേ ഉള്ളൂ. പക്ഷേ അതിന്റെ ഒരു കുറവൊന്നും ഇവിടെ കട്ടൗട്ടിന്റെ കാര്യത്തിൽ കാണുന്നില്ല. കൂറ്റൻ കട്ടൗട്ടാണ്. അല്പസമയത്തിനകം തന്നെ ഉയർത്തുകയും ചെയ്യും. നാളെ ഇപ്പം ക്രിസ്ത്യാനോ ഗോളടിക്കുമല്ലോ അല്ലെ? ഗോളടിക്കും. അങ്ങനെ തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ.